ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഞാനിപ്പോൾ ഇവിടെ ഒരു റിലേഷൻ എഴുതിയിട്ടുള്ളൂ. നമുക്ക് അടുത്ത ഓരോ റിലേഷൻസ് നോക്കാം. താഴെ തന്നിരിക്കുന്ന റിലേഷൻസ് റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഇതൊക്കെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റിലേഷൻ നോക്കിയടാ. റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു, നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1 2 3 എക്സെട്രാ 13 14 എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെറ്റിൽ നിന്നും ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു റിലേഷനും തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x - y ഈക്വൽ ടു 0. സംഭവം എന്താണ്? നമ്മുടെ റിലേഷൻ എന്താണ്? 3x - y ഈക്വൽ ടു 0 ആണെങ്കിൽ 3x - y ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയാൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവേണ്ടത്. 3x - y ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയെന്ന് ഓർത്തോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് കോമ വൈ എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റിലേഷൻ ഒന്ന് എഴുതാവേ. ഇവിടെ നോക്കിയേ, 3x - y ഈക്വൽ ടു 0. 3x - y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എനിക്ക് 3x ഈക്വൽ ടു y എന്ന് എഴുതാൻ പറ്റുമല്ലോ. 3x ഈക്വൽ ടു y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 3x ഈക്വൽ ടു y. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ എന്ത് വരും ഇവിടെ? ആർ ഈക്വൽ ടു എക്സിന് ഇവിടെ 1 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ എന്ത് വരും? എക്സിന് ഇവിടെ 1 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് വരും? 3 × 1. വൈയുടെ വാല്യൂ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് പെയർ 1,3 നമ്മുടെ റിലേഷനിൽ കാണും. കിട്ടിയ അടുത്ത നമുക്ക് എക്സിന് 2 കൊടുക്കാം. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 3 × 2. 3 × 2 6 ആണ്. വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടും. വൈ എന്ന് പറയുന്നത് 3x ആണ്. നോക്കിയേ, വൈയുടെ 3 അല്ലേ? 3 എന്ന് പറയുന്നത് 3 ടൈംസ് എക്സ് ആണ്. 3 × 1 ആണ് 3. ഓക്കെ, അപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻ വേണ്ട, നമുക്ക് ഈസി ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത നമ്മളിവിടെ 3 കൊടുത്താൽ നമുക്ക് y 9 കിട്ടും അല്ലേ? എക്സിന് നമ്മൾ എന്ത് ചെയ്തു? 3 കൊടുത്തു. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 3 × 3 എന്ന് വരും. 3 × 3 9 കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമുക്ക് 4 കൊടുക്കാം അല്ലേ? 4 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 3 × 4 എന്ന് വരും. 3 × 4 12 ആണ്. 3 × 4 12 ആണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇവിടെ നമുക്ക് എക്സിന് 4 കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റിൽ 4 ഉണ്ട്. അപ്പം നമുക്ക് എക്സിന് 4 കൊടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 3 × 4 എന്ന് വരത്തില്ലേ വൈയുടെ വാല്യൂ? 3 × 4 എന്ന് പറഞ്ഞാൽ 3 × 5. നമുക്ക് എന്താണ്? എക്സിന് 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റും, പ്രശ്നമില്ല. ഇവിടെ നോക്കി, ഇതിൻ്റെ അകത്ത് 5 ഉണ്ട്. ആ 5 കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വൈയുടെ വാല്യൂ എന്ത് കിട്ടും? വൈ എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 3 × 5 15 ആണ്. ഈ 15 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഈ റിലേഷനിൽ 15 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എ എന്ന് പറഞ്ഞ സെറ്റ് നോക്കിയടാ, ഈ സെറ്റിൻ്റെ അകത്ത് 15 ഇല്ല, 15 ഇല്ല. ഈ സെറ്റിൻ്റെ അകത്ത് എന്താ? 14 വരെയുള്ളു. അപ്പോൾ നമുക്ക് റിലേഷനിൽ ഓർഡേർഡ് പെയർ 5,15 എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും വരെ നമ്മുടെ റിലേഷനിൽ വരത്തുള്ളൂ. മനസ്സിലായോ? റിലേഷനിൽ ഇത്ര ആൾക്കാരെ വരത്തുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് റിഫ്ലക്സീവ് ആണോ? അല്ല. നമ്മുടെ സെറ്റ് നോക്കിക്കടാ, സെറ്റിൽ ആരൊക്കെയാണ്? 1 2 3 4 5 6 എക്സെട്ര അപ് ടു 14. ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മുടെ റിലേഷനിൽ
ഓർഡേർഡ് പെയർ 1,1 വേണം, ഓർഡേർഡ് പെയർ 2,2 വേണം, ഓർഡേർഡ് പെയർ 3,3 വേണം. അങ്ങനെ എഴുതി ഓർഡേർഡ് പെയർ 14,14 ഇത്രയും ആൾക്കാരുണ്ടെങ്കിലേ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയാൽ അങ്ങനത്തെ ആരുമില്ല. അപ്പം നമുക്ക് സിംപിളി ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓർഡേർഡ് പെയർ 1,1 നോട്ട് ബിലോങ്സ് ടു ആർ. നമ്മുടെ റിലേഷനിൽ 1,1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഇല്ല. Therefore R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ എന്താടാ? റിഫ്ലക്സീവ് അല്ല. നമ്മുടെ ആറ് റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇവിടെ 1,3 ഉണ്ട്, 2,6 ഉണ്ട്, 3,9 ഉണ്ട്, 4,12 ഉണ്ട്. അവിടെ ഇവന്മാരൊക്കെ ഒരു A,B ഫോമിലല്ലേ? ഇതൊരു A,B ഫോമിലാണ്. അതേ ഈ ഓർഡേർഡ് പെയറും ഒരു A,B ഫോമിലാണ്. അങ്ങനെ ഇതും A,B ഫോമിലാണ്, ഇതും A,B ഫോമിലാണ്. ഇവിടെ A,B ഉണ്ട്, B,A ഉണ്ടാന്ന് നോക്കിയടാ. ഈ 1,3 എടുത്ത് നമ്മുടെ റിലേഷനിൽ എന്താണ്? ഓർഡേർഡ് പെയർ 1,3 ഉണ്ട്. ഓക്കെ, ഇനി 3,1 ഉണ്ടോ? 1,3 ഉണ്ടെങ്കിൽ 3,1 വേണം. 3,1 ഉണ്ടോ ഇതിൻ്റെ അകത്ത്? 3,1 ഇല്ല. നോക്കിയേ, ഓർഡേർഡ് പെയർ 3,1 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. 1,3 ഉണ്ട്, പക്ഷേ 3,1 ഇല്ല. അപ്പം നമുക്ക് പറയാം therefore R ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ? സിമ്മട്രിക് അല്ല. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് സിമ്മട്രിക് അല്ലെന്ന് പറയാം. ഇനി നിങ്ങൾ വേണമെങ്കിൽ നോക്കിയേ, 2,6 ഉണ്ട്, പക്ഷേ ഈ റിലേഷനിൽ 6,2 ഇല്ല. ഇവിടെ നോക്കിക്കടാ, 3,9 ഉണ്ട്, പക്ഷേ ഇവിടെ 9,3 ഇല്ല. 4,12 ഉണ്ട്, 12,4 ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതെന്താ? സിമ്മട്രിക് അല്ല. ഓക്കെ, അടുത്തത് ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. ഇവിടെ നോക്കിക്കടാ, നമുക്ക് ഈ ഓർഡേർഡ് പെയർ എടുക്കാം. ഓർഡേർഡ് പെയർ 1,3 ബിലോങ്സ് ടു ആർ. ഓക്കെ, അടുത്ത നമുക്ക് ഇതെടുക്കാം. ഇവിടെ 3യിൽ തീർന്നില്ലേ? 1, 3. ഇവിടെ നോക്കി, ഇവിടെ 3യിൽ തുടങ്ങി. അപ്പം നമുക്ക് ഈ ഓർഡേർഡ് പെയർ എടുക്കാം. ഓർഡേർഡ് പെയർ 3,9 ബിലോങ്സ് ടു ആർ. നോക്കിയടാ, ഇതിനെ നമുക്ക് A,B എന്ന് പറഞ്ഞെടുക്കാം. ഓർഡേർഡ് പെയർ A,B ബിലോങ്സ് ടു ആർ ആണ്. ഇതിനെ നമുക്ക് B,C എന്നെടുക്കാം. ഓർഡേർഡ് പെയർ B,C ഉണ്ട്. A,B ഉണ്ട്, B,C ഉണ്ട്. നോക്കിയേ, A,B ഉണ്ട്, B,C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് വേണോടാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ A,C വേണം അല്ലേ? A,C വേണം എന്ന് വെച്ചാൽ ഈ 3നെയും കൂടെ വിട്ടേക്കുക. ഇവിടെ 1,9. ഓർഡേർഡ് പെയർ 1,9 അത് ഇതിൻ്റെ അകത്തുണ്ടാടാ, ഈ റിലേഷനിലുണ്ടാ. ഓർഡേർഡ് പെയർ 1,9 ഈ റിലേഷനിൽ ഇല്ല. ഓർഡേർഡ് പെയർ 1,9 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പം നമുക്ക് പറയാം therefore R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്താടാ? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. ട്രാൻസിറ്റീവ് ആയിരുന്നേനെ എപ്പോൾ? A,Bയും B,Cയും പിന്നെന്താടാ? A,Cയും നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ A,Bയും ഉണ്ട്, B,Cയും ഉണ്ട്. A,C ഇല്ല, അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ റിലേഷൻ നാച്ചുറൽ നമ്പർ എന്ന സെറ്റിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിൽ നിന്നാണ്, ക്യാപിറ്റൽ എന്നിൽ നിന്നുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെറ്റും കാണും അല്ലേ? ഒരു റിലേഷൻ വേണമെങ്കിൽ അവിടെ ഒരു സെറ്റും കാണും. ആ സെറ്റിൽ നിന്നായിരിക്കും ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ സെറ്റ് നോക്കിയേ, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. അത് അത്രയേ ഉള്ളൂ. നമുക്ക് റിലേഷൻ നോക്കിയാൽ മതി. ഓർഡേർഡ് പെയർ x, y such that y equal to x plus 5 and
എക്സ് ലെസ് ദാൻ 4. ഓക്കെ, നമ്മുടെ സംഭവം എന്താടാ? സംഭവം എന്താണ്? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. ഇതാണ് നമ്മൾ ഏത് റിലേഷൻ തന്നാലും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് റിലേഷൻ എഴുതാം. അവിടെ പ്രശ്നമില്ല. ഇവിടെ നോക്കിയേ, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5. നമുക്ക് റിലേഷൻ എഴുതാം. ആർ ഈക്വൽ ടു എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? എക്സിന് ഏതൊക്കെ വാല്യൂ വരും? എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും? 1 കൊടുക്കാൻ പറ്റും, 2 കൊടുക്കാൻ പറ്റും, 3 കൊടുക്കാൻ പറ്റും. 4 പറ്റത്തില്ല, 4നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, ഈ 1, 2, 3 ഒക്കെ എന്താണ്? നമ്മുടെ നാച്ചുറൽ നമ്പർ അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സിന് 1 കൊടുക്കാവേ. എക്സിന് 1 കൊടുക്കാം. എക്സിന് ഞാൻ 1 കൊടുത്ത്. അപ്പോൾ വൈക്ക് എനിക്ക് എന്ത് കിട്ടും? വൈ എന്ത് കിട്ടും? എക്സിന് 1 കൊടുത്ത്. അപ്പോൾ 1 + 5. 1 + 5 6. വൈ എനിക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, വൈനേക്കാൾ 5 എക്സിനേക്കാൾ 5 കൂടുതലായിരിക്കും നമ്മുടെ വൈ. നോക്കിയടാ, 1നേക്കാൾ 5 കൂടുതലല്ലേ 6. ഓക്കെ, അടുത്തത് നമുക്ക് എക്സിന് 2 കൊടുക്കാം. അപ്പോൾ വൈ എന്ത് കിട്ടുമടാ? 2 + 5. 2 + 5 7. ഓക്കെ, അടുത്തത് എക്സിന് ഞാൻ 3 കൊടുക്കാം. അപ്പോൾ വൈ എനിക്ക് 8 കിട്ടും. ഓക്കെ, ഇത്രയല്ലേ? ഇത്രയും വരത്തുള്ളല്ലോ. 4 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എക്സിന് 4 എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ 3 വാല്യൂസേ വരത്തുള്ളൂ. ഓക്കെ, ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സെറ്റ് നോക്കിയേടാ. നമ്മുടെ സെറ്റ് നോക്കിയേ. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ സെറ്റ്. ഇതാണ് നമ്മുടെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 2, 3. ഇതാണ് നമ്മുടെ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 1, 2, 3. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് റിഫ്ലക്സീവ് അല്ല. കാരണം എന്താ? നമ്മുടെ ഓർഡേർഡ് പെയർ 1, 1 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ഓർഡേർഡ് പെയർ 2, 2 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ഓർഡേർഡ് പെയർ 3, 3 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പം നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ എന്താടാ? റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി നമുക്ക് സിമ്മട്രിക്കിൻ്റെ കേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയടാ, ഇതൊരു A, B ഫോമിലാണ്. ഇതും ഒരു A, B ഫോമിലാണ്. ഇതും A, B ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A, B ഉണ്ട്. A, B ഉണ്ട്. A, B ഉണ്ടെങ്കിൽ B, A വേണം. ഇവിടെ നോക്കിയടാ, 1, 6 ബിലോങ്സ് ടു ആർ. 1, 6 നമ്മുടെ റിലേഷനിലുണ്ട്. പക്ഷേ 6, 1 ഈ റിലേഷനിൽ ഇല്ല. 6, 1 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. therefore ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ? സിമ്മട്രിക് അല്ല. ഇപ്പം തന്നെ സിമ്മട്രിക് അല്ലെന്ന് മനസ്സിലായി. ഇനി ഒന്നും കൂടെ നിങ്ങൾ നോക്കിയേ. 2, 7 ഉണ്ട്, പക്ഷേ 7, 2 ഇതിലില്ല. 3, 8 റിലേഷനിലുണ്ട്, ബട്ട് 8, 3 റിലേഷനിലില്ല. അപ്പം തന്നെ സിമ്മട്രിക് അല്ല. അടുത്തത് ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. ട്രാൻസിറ്റീവ് എന്ന് വെച്ചാൽ എന്താടാ? ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ A, Bയും A, B നമ്മുടെ റിലേഷനിൽ വേണം. B, C നമ്മുടെ റിലേഷനിൽ വേണം. പിന്നെന്താണ്? A, Cയും നമ്മുടെ റിലേഷനിൽ വേണം. ഇത് മൂന്നും ഒരുമിച്ചുണ്ടെങ്കിലേ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. പിന്നെ ഒരു കേസും കൂടിയുണ്ട്. A, B മാത്രമുള്ളെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. A, B മാത്രം ഉള്ളെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എപ്പോഴാണ് ട്രാൻസിറ്റീവ് അല്ലാത്തത്? ട്രാൻസിറ്റീവ് അല്ലാത്ത കേസ് എപ്പോഴാണ് വരുന്നത്? A, Bയും A, B നമ്മുടെ റിലേഷനിൽ കാണും. പിന്നെ B, Cയും നമ്മുടെ റിലേഷനിലുണ്ട്. എന്നിട്ട് A, C നമ്മുടെ റിലേഷനിൽ ഇല്ലെങ്കിലേ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകാതെ ഇരിക്കത്തുള്ളൂ. A, Bയും B, Cയും നമ്മുടെ റിലേഷനിലുണ്ട്,
പക്ഷേ A,C ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? 3 ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവാണ്, ഒരാൾ മാത്രമുള്ളെങ്കിലും ട്രാൻസിറ്റീവാണ്. പക്ഷേ 2 പേരുണ്ടായിട്ട് മൂന്നാമത്തെ ആളില്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ A,B മാത്രമേ ഉള്ളല്ലോടാ. A,B മാത്രമേ ഉള്ളല്ലേ. ഓക്കെ, നമുക്കിവിടെ അറിയാം ഓർഡേർഡ് പെയർ 1,6 ബിലോങ്സ് ടു ആർ. A,B ഉണ്ട്. A,B നമ്മുടെ റിലേഷനിൽ ഉണ്ട്. A,B നമ്മുടെ റിലേഷനിലുണ്ട്. B,C ഉണ്ടാടാ. ഇവിടെ നോക്കിയേ 1 6. A എന്ന് പറഞ്ഞാൽ 1 ആണ്, B എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ 6ൽ തുടങ്ങുന്ന വേറെ ഓർഡേർഡ് പെയർ ഉണ്ടായില്ല. ഇതിവിടെ 2ലാണ് തുടങ്ങുന്നത്, ഇവിടെ 3ലാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് പറയാം നമ്മുടെ റിലേഷനിൽ A,B മാത്രമേ ഉള്ളൂ. A,B മാത്രമേ ഉള്ളെങ്കിൽ അതെന്താടാ? അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണ്. അപ്പം നമുക്ക് പറയാം therefore R ഈസ് ട്രാൻസിറ്റീവ്. നമ്മുടെ റിലേഷൻ എന്താടാ? ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ റിലേഷൻ സിമ്മട്രിക് അല്ല, റിഫ്ലക്സീവ് അല്ല, ബട്ട് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയടാ, റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ്. നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റ് വന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഈ സെറ്റിൽ നിന്നും ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷനും തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ്, വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. വൈ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എക്സ് ആണ്. വൈനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഈ റിലേഷനിൽ വരുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതാം, ആരൊക്കെ വരുമെന്ന് നോക്കാം. ആർ ഈക്വൽ ടു സെറ്റ് വൈനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡേർഡ് പെയർ 1, 2 എടുക്കാൻ പറ്റും. നോക്കിയേ, വൈ ഇവിടെ 2 ആണ്, എക്സ് ഇവിടെ 1 ആണ്. 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അപ്പോൾ നമ്മുടെ റിലേഷനിൽ ഈ 1, 2 ഉണ്ട്. എടാ അടുത്താണ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമല്ലോടാ. ഏതൊരു നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏത് നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈസി ആയിട്ട് അടുത്ത 1, 3 എന്ന് എഴുതുവാണേ. അത് കഴിഞ്ഞ് ഞാൻ 1, 4 എന്ന് എഴുതും. അടുത്തത് 1, 5. അടുത്തത് 1, 6. കണ്ട, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെയും 5നെയും 6നെയും ഒക്കെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പ്രശ്നമില്ല. അടുത്തത് ഫസ്റ്റ് 1 എഴുതിയില്ലേ, ഇനി നമുക്ക് 2 എടുക്കാം. 2 എടുക്കുമ്പോഴത്തേക്ക് 2നെ എന്താണ്, ഈ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ വൈനെ നമുക്ക് ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തത് 2, 4 നോക്കിയേ, 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് 5 പറ്റത്തില്ല, 6 പറ്റത്തില്ല. ഓക്കെ, 2ൻ്റെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫസ്റ്റ് 3 എടുക്കാം. 3 എടുത്താൽ ഇവിടെ ആര് വരും? ഇവിടെ 3 എടുത്താൽ ഇവിടെ 3 പറ്റും. നോക്കിയേ, 3നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ് 3 എടുത്താൽ 6 വരും അല്ലേ? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 എടുത്താൽ 5നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താടാ, 5 എടുത്താൽ 6നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് വരുടാ? പിന്നെ ഇവിടെ ശ്രദ്ധിച്ചോണേ, നമുക്ക് 1, 1 എഴുതാൻ പറ്റുമല്ലോ. 1, 1 പറ്റും, കാരണം 1നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് നമ്മളിവിടെ 2, 2 എഴുതിയിട്ടുണ്ട്, 3, 3 എഴുതിയിട്ടുണ്ട്. 4, 4 എഴുതും. 4, 4 പറ്റും. നോക്കിയാൽ 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈസി ആയിട്ട് 5, 5 പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് 6, 6 പറ്റും. ഇത്രയുമാണ് നമ്മുടെ റിലേഷനിലുള്ള ആൾക്കാർ. നോക്കിയാൽ നമ്മുടെ റിലേഷൻ കിട്ടി. കുറച്ച് വലുതാ അല്ലേ? കുഴപ്പമില്ല, നിങ്ങളൊന്നും കൂടെ നോക്കിയാൽ ഈസി ആയിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാവും.
ഇവിടെ നോക്കിയാടാ നമ്മുടെ സെറ്റ് നോക്കിയേ 1 2 3 4 5 6 ഇതാണ് നമ്മുടെ സെറ്റ്. ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാടാ 1,1 ഉണ്ടോ? 1,1 ഉണ്ട്. 2,2 ഉണ്ടോ? ഇവിടെ നോക്കിയാൽ സെറ്റിൽ ആരൊക്കെയാണ്? 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1,1 ഉണ്ടോയെന്ന് നോക്കുക. 1,1 ഉണ്ട്. അടുത്തത് ഇവിടെ 2 ആണ്. ഇതിൽ 2,2 ഉണ്ട്. അടുത്ത് നോക്കിയാൽ 3,3 ഉണ്ടോ? 3,3 ഉണ്ട്. 3,3 ഉണ്ട്. 4,4 ഉണ്ട്. 5,5 ഉണ്ട്. 6,6 ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇനി ഞാൻ പ്രത്യേകിച്ച് എഴുതണം. നമുക്ക് വേണമെങ്കിൽ എഴുതിയേക്കാം. ഓർഡേർഡ് പെയർ 1,1 ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ 2,2 ബിലോങ്സ് ടു ആർ. അങ്ങനെ എഴുതി ഓർഡേർഡ് പെയർ 6,6 ബിലോങ്സ് ടു ആർ. എല്ലാവരുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും ഡബ്ലറ്റ് നമ്മുടെ ഈ റിലേഷനിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം therefore ആർ ഈസ് റിഫ്ലക്സീവ്. നമ്മുടെ ആർ എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. ഇനി നമുക്ക് സിമ്മട്രിക്കിൻ്റെ കേസ് നോക്കാം. ഇവിടെ നോക്കിയടാ 1,2 ഫസ്റ്റത്തെ ആളെ തന്നെ എടുക്കാവേ. 1,2 ഇതൊരു A,B ഫോമിലുള്ള ആളല്ലേടാ? നോക്കിയാൽ 1,2 എന്ന് പറഞ്ഞാൽ ഒരു A,B ഫോമിലുള്ള ആളാണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1,2 ബിലോങ്സ് ടു ആർ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിടണം. ഇതിനെ തിരിച്ചിട്ട് ആര് വരും ഇവിടെ? 2,1 വരും. 2,1 വരും. ഈ 2,1 നമ്മുടെ റിലേഷനിലുണ്ടോ? ഒന്ന് നോക്കിയേ, അരിച്ചു പറക്കി നോക്കിയേ. ഇല്ല. ഓർഡേർഡ് പെയർ 2,1 നമ്മുടെ റിലേഷനിൽ ഇല്ല. ഓർഡേർഡ് പെയർ 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. 1,2 ഉണ്ട്, പക്ഷേ 2,1 ഇല്ല. അപ്പം നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ? സിമ്മട്രിക് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഇവിടെ 1-ൽ തുടങ്ങി 2-ൽ തീർന്നു. ഇനി ഇവിടെ 2-ൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? 2-ൽ തുടങ്ങുന്ന 2,2 ഉണ്ട്. 2,2 ഉണ്ട്. ഇവിടെ നോക്കിയടാ 1,2 ബിലോങ്സ് ടു ആർ. 1,2 ഉണ്ട്. പിന്നെന്താ 2,2 ഉണ്ട്. 2,2 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രോസ് കിടക്കുന്ന ആളെ നോക്കിയേ. 1 2. അപ്പോൾ ഓർഡേർഡ് പെയർ 1,2 നമ്മുടെ റിലേഷനിലുണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ, അതല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. ഓർഡേർഡ് പെയർ 1,2 നമ്മുടെ റിലേഷനിലുണ്ട്. നോക്കിയാടാ 3 പേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. 3 പേരും ഒരുമിച്ച് വന്നാൽ നമുക്ക് പറയാം ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. പക്ഷേ ഇനിയും നമ്മൾ അടുത്ത ആൾക്കാരെ എടുക്കുക കേട്ടോ. അത് ഇതുവരെ A,B ഫോമിലല്ലേടാ 1,3. ഇവിടെ 1-ൽ തുടങ്ങി 3 തീർന്ന്. ഇനി 3 തുടങ്ങുന്ന ആളെ നോക്കിയേ. 3 തുടങ്ങുന്ന ആൾ ഇവനാണ്. ഇവിടെ നോക്കിയടാ ഓർഡേർഡ് പെയർ 1,3 ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ 3,3 ബിലോങ്സ് ടു ആർ. ക്രോസ് കിടക്കുന്നതന്നെ നോക്കിയേ 1-ഉം 3-യും. ഓർഡേർഡ് പെയർ 1,3 അതും എന്താ നമ്മുടെ റിലേഷനിലുണ്ട്. ഇവിടെയും 3 പേര് വന്ന. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയടാ. ഓർഡേർഡ് പെയർ 1,4 ഇതുവരെ A,B ഫോമിലാണ്. ഓർഡേർഡ് പെയർ 4,4 ഇതുവരെ A,B ഫോമിലാണ്. നോക്കിയടാ അറ്റത്ത് കിടക്കുന്ന ഇവനെയും കളയുക. ബാക്കി ആരുണ്ട്? 1,4. അത് തന്നെ ഇതിലുണ്ടല്ലോടാ. അത് ഇതിലുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ അടുത്ത ആളെ എടുത്താലും ഈ കേസ് 3 പേരും നമ്മുടെ റിലേഷനിൽ കാണും. 3 പേരും നമ്മുടെ റിലേഷനിൽ കാണും. അപ്പോൾ നമുക്ക് പറയാം. ഇനി വേണം ഞാൻ ഒന്ന് എഴുതി തരാം, അങ്ങനെ കൺഫ്യൂഷൻ വരത്തില്ല. ഓർഡേർഡ് പെയർ 1,4 നമ്മുടെ റിലേഷനിലുണ്ട്. ഓർഡേർഡ് പെയർ 4,4 നമ്മുടെ റിലേഷനിലുണ്ട്. ഇവിടെ ക്രോസ് നോക്കിയാൽ 1-ഉം 4-ഉം ഇതും എന്താടാ നമ്മുടെ റിലേഷനിലുണ്ട്. ഓക്കെ. അടുത്ത നോക്കിയേ 1,5 എടുക്കാം. ഓർഡേർഡ് പെയർ 1,5 ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ 5,5 ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ 1,5 ബിലോങ്സ് ടു ആർ. കണ്ട. അപ്പം നമുക്ക് പറയാം, സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താടാ. ഇവിടെ നോക്കിയാൽ ഇവിടെയും 3 പേരുണ്ട്. ഇവിടെയും 3 പേരുണ്ട്. ഇവിടെയും 3 പേരുണ്ട്. ഇവിടെയും 3 പേരുണ്ട്. അടുത്ത ഒരാളും കൂടെ ഉണ്ട്. ആരാടാ? 1,6. 1,6 ഉണ്ട്. 6,6 ഉണ്ട്. ഇവിടെ നോക്കിയേ 1-ഉം 6 തന്നെയല്ലേ ഇത്? ഓക്കെ. ഇവിടെയും 3 പേരുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് പറയാം therefore ആർ ഈസ്
ട്രാൻസിറ്റീവ്. നമ്മുടെ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയടാ, റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്. അപ്പം നമ്മുടെ സെറ്റ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ്. ഇൻറ്റീജർ എന്താണെന്ന് നോക്കാം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ സെറ്റിൽ നിന്ന് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓർഡേർഡ് ബൈ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഇവിടെ നോക്കിയ സംഭവം എന്താടാ? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ. ഇനി ഞാൻ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റ്, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ അതേ നോക്കിയേ, -2, -1, 0, 1, 2 എക്സെട്ര. ഇതാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള 2 ഇൻറ്റീജറിനെ മാത്രം എടുക്കുവാണ്. ഞാൻ ഇവിടെ 1ഉം 2 എടുക്കുക. എനിക്ക് ഇഷ്ടമുള്ള 2 ഇൻറ്റീജറിനെ മാത്രം എടുക്കുവാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇൻറ്റീജർ എടുത്ത് 1, 2. ആക്ച്വലി ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ്. ബട്ട് നമ്മളിവിടെ 1ഉം 2ഉം മാത്രം എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 1ഉം 2ഉം മാത്രം എടുത്ത്. ഇനി നോക്കിയേ സെറ്റ് 1ഉം 2ഉം ആണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ നമ്മുടെ റിലേഷനിൽ 1 വേണം, 2 വേണം. 1 വേണം, 2 വേണം. 1 2 ഉണ്ടാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നോക്കിയടാ, എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ആരാടാ? എക്സ് കോമ എക്സ് ആണ്. ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകണം നോക്കുവാണേ. എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ എക്സ് കോമ വൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കോമ എക്സ് വേണമെങ്കിൽ എക്സ് മൈനസ് എക്സ് ഇൻറ്റീജർ ആവേണ്ടടാ. എക്സ് മൈനസ് എക്സ് ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് നമ്മുടെ റിലേഷനിൽ കാണും. ഈ എക്സ് മൈനസ് എക്സ് ഇൻറ്റീജർ ആണോ? എക്സ് മൈനസ് എക്സ് ഇൻറ്റീജർ ആണോ? എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അല്ലേടാ? 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അല്ലേ? നോക്കിയേ, 0 ഇവിടെ ഉണ്ട്. 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അപ്പോൾ സിംപിളി നമുക്ക് കിട്ടി, എക്സ് മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ഇവിടെ എക്സ് നോക്കിയേ 1, അപ്പോൾ 1 - 1 0, ഇതൊരു ഇൻറ്റീജർ അല്ലേ? അടുത്ത 2 എടുത്താൽ 2 - 2 അതും എന്താണ്? 0 കിട്ടും. 0 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. അപ്പം എക്സ് മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്താണ്? അതൊരു ഇൻറ്റീജർ ആണ്. എക്സ് മൈനസ് എക്സ് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ. ഇത് നമ്മുടെ റിലേഷനിൽ കാണും. എന്ന് വെച്ചാൽ ആരൊക്കെയാടാ? ഇവിടെ ഓർഡേർഡ് പെയർ 1, 1 നമ്മുടെ റിലേഷനിലുണ്ട്. ഓർഡേർഡ് പെയർ 2, 2 നമ്മുടെ റിലേഷനിലുണ്ട്. നോക്കിയേ, 1ഉം 2 അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? 1, 1 നമ്മുടെ റിലേഷനിലുണ്ട്, 2, 2 നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പം നമുക്ക് പറയാം therefore ആർ ഈസ് റിഫ്ലക്സീവ്. ആർ എന്താടാ? റിഫ്ലക്സീവ് ആണ്. ആർ എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അടുത്ത നമുക്ക് സിമെട്രിക്കിൻ്റെ കേസ് നോക്കാം. ഇവിടെ നോക്കിയാടാ, എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. ഇവിടെ നമുക്ക് 1നെ എക്സ് എന്നെടുക്കാം, 2നെ വൈ എന്നെടുക്കാം. ഓക്കെ, 1നെ എക്സ് എന്നെടുക്കാം, 2നെ വൈ എന്നെടുക്കാം. എക്സ് മൈനസ് വൈ ചെയ്തേടാ 1 - 2. 1 - 2 എന്ന് പറഞ്ഞാൽ എന്ത് വരുവാടാ? 1 - 2 = -1. -1 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ -1 ഉണ്ട്. -1 എന്ന് പറഞ്ഞാൽ എന്താടാ? -1 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. -1 എന്താടാ? ഇൻറ്റീജർ ആണ്. -1 എന്താണ്? ഇൻറ്റീജർ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ
എക്സ് കോമ വൈ ആരാടാ ഇവിടെ ഓർഡേർഡ് പെയർ 1,2 ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ 1,2 നമ്മുടെ റിലേഷനിൽ ഉണ്ട്. കാരണം 1 - 2 ചെയ്തപ്പോൾ നമുക്ക് -1 കിട്ടി. -1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ 1,2 നമ്മുടെ റിലേഷനിൽ കാണും. x - y ചെയ്തപ്പോൾ ഇൻറ്റീജർ കിട്ടി. അപ്പോൾ എക്സ് കോമ വൈ റിലേഷനിലുണ്ട്. ഇവിടെ 1 - 2 ചെയ്തപ്പോൾ ഒരു ഇൻറ്റീജർ കിട്ടി. അപ്പോൾ 1,2 നമ്മുടെ റിലേഷനിൽ കാണും. 1,2 ഉണ്ടെങ്കിൽ 2,1 നമ്മുടെ റിലേഷനിൽ വേണം. എന്നാലേ നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആകത്തുള്ളൂ. 2,1 ഇവിടെ കിട്ടുവാന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് തിരിച്ചിടാം. y - x ചെയ്തിടാം. y - x ഇൻറ്റീജർ കിട്ടുക. y - x ഇൻറ്റീജർ കിട്ടുക. നോക്കിയടാ, y - x ഈക്വൽ ടു y ഇവിടെ 2 ആണ്. 2 മൈനസ് x1 അല്ലേ, 2 - 1 ഈക്വൽ ടു 1. y - x ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. 1 എന്ന് പറയുന്നത് എന്താടാ, അതൊരു ഇൻറ്റീജർ തന്നെയാണ്. 1 എന്ന് പറയുന്നതും ഇൻറ്റീജർ തന്നെയാണ്. നോക്കിയേ, y - x ചെയ്തപ്പോഴും നമുക്ക് ഇൻറ്റീജർ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ y, x. അതാരാടാ ഇവിടെ ഓർഡേർഡ് പെയർ 2,1 നമ്മുടെ റിലേഷനിൽ കാണും. ഇവിടെ നോക്കിയടാ, 1,2 നമ്മുടെ റിലേഷനിലുണ്ട്, 2,1 നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പം നമുക്ക് പറയാം ആർ ഈസ് സിമെട്രിക്. അങ്ങനെ നമ്മൾ ഈ z എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഏത് വാല്യൂ എടുത്താലും നമുക്ക് എന്താണ്, a, bയും കാണും, b, aയും നമ്മുടെ റിലേഷനിൽ കാണും. നമ്മുടെ റിലേഷൻ സിമെട്രിക് ആണ്. അതുപോലെ തന്നെ ആട്ടെ ഇവിടെയും a, a എടുത്താൽ അല്ലേ, ഏത് വാല്യൂ ഉണ്ടെങ്കിലും നമുക്ക് a, a ഇവിടെ കിട്ടും. a, a നമ്മുടെ റിലേഷനിൽ കാണും. കണ്ട, ഇവിടുത്തെ ഏത് വാല്യൂ ഉണ്ടെങ്കിലും അതിൻ്റെ a, a നമ്മുടെ റിലേഷനിൽ കാണും. നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. ട്രാൻസിറ്റീവിൻ്റെ കേസിന് വേണ്ടിയിട്ട്, ട്രാൻസിറ്റീവിൻ്റെ കേസ് എടുക്കണമെങ്കിൽ നമുക്ക് 3 ആൾക്കാരാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ആൾക്കാരെ നമ്മുടെ സെറ്റിൽ എടുക്കുവാണ്. 1, 2, 3. എടാ, ഇവർ 3 പേര് ഇൻറ്റീജർ അല്ലേ, അപ്പം നമുക്ക് 3 ആൾക്കാരെ എടുക്കാം. പ്രശ്നമില്ലല്ലോ. ഓൾറെഡി നമുക്കറിയാം 1,2 നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി നമുക്ക് 2ൽ തുടങ്ങുന്ന ആളെ വേണം. 2ൽ തുടങ്ങുന്ന ആൾ ആരാടാ? 2ൽ തുടങ്ങുന്ന ആൾ ഇത് ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. 2,1 നമ്മുടെ റിലേഷനിലുണ്ട്. 1,2 നമ്മുടെ റിലേഷനിലുണ്ട്, 2,1 റിലേഷനിലുണ്ട്. 1,2, 2,1 ഇവിടെ 2ൽ തീർന്ന് ഇവിടെ 2ൽ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ക്രോസ് നോക്കിയേ. 1,1 നമ്മുടെ റിലേഷനിൽ വേണം. അപ്പോഴേ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. 1,1 വരുമോ എന്ന് നമുക്ക് നോക്കാം. 1,1 നമ്മുടെ റിലേഷനിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കാം. 1,1 വരണമെങ്കിൽ ഇവിടെ നോക്കിയാടാ, x, y വരണമെങ്കിൽ x - y ഇൻറ്റീജർ ആകണം. അങ്ങനെയാണെങ്കിൽ 1,1 നമ്മുടെ റിലേഷനിൽ വരണമെങ്കിൽ 1 - 1 ഇൻറ്റീജർ ആവണം. 1 - ചെയ്യുമ്പോൾ ഇൻറ്റീജർ വാല്യൂ കിട്ടണം. 1 - 1 എന്താടാ, 1 - 1 0 ആണ്. 0 എന്ന് പറയുന്നത് ഇൻറ്റീജർ അല്ലേ? 0 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. അപ്പം നമുക്ക് പറയാം 1,1 നമ്മുടെ റിലേഷനിൽ കാണും. ഓർഡേർഡ് പെയർ 1,1 ബിലോങ്സ് ടു ആർ. നോക്കിയേ, 3 പേരും നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് പറയാം therefore R is transitive. R എന്താടാ? ട്രാൻസിറ്റീവ് ആണ്. ഇതൊരു എക്സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതുപോലെ നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്താലും നമ്മുടെ ഈ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലക്സീവ് ആയിരിക്കും, സിമ്മട്രിക്കും ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് 3ഉം കൂടി ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഈ റിലേഷൻ എന്താണ്? അതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇത് ഇക്വലൻസിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ചെക്ക് ചെയ്യാനാണ്. ഇക്വലൻസിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. ബട്ട് ഇത് 3ഉം ഒരുമിച്ച് വന്നാൽ നമുക്കറിയാം റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും കൂടി ആണെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പറയാം ഈ റിലേഷൻ എന്താണ്? ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണ്. ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ.